എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ആദർശ് നയനയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് നന്ദുവിനോട് ചോദിച്ചു, അല്ല നന്ദു, നിനക്ക് കല്യാണം ഒന്നും ആയില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നന്ദു ഒന്നും മിണ്ടിയില്ല. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അവൾക്ക് വിവാഹം ഇപ്പൊ വേണ്ടെന്ന മോനെ പറയണേ. ആഹാ, അത് കൊള്ളാലോ. ഇതുപോലെ തന്നെ അവിടെ ഒരുത്തനും അനി, അവനാണെങ്കിൽ കല്യാണം ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ വിവാഹമേ വേണ്ടെന്ന് ഒരേ ഒരു പറച്ചില്ല. എന്നോട് പറഞ്ഞില്ല കേട്ടോ, എന്നോട് പറയാനായിട്ട് അവനൊരു മടിയുണ്ട്. അതെ, ഇവളോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് എന്ന് നയനയെ നോക്കി ആദർശ് പറയാണ്. പെട്ടെന്ന് ഗോവെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം അത്. പിന്നെ നന്ദുവിനാണെങ്കിൽ പഠിച്ചിട്ടൊരു ജോലിയൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരേ നിർബന്ധത്തിലിരിക്കുക എന്ന് പറയാം. ഈ സമയത്ത് നന്ദുവിന് വല്ലാത്ത വിഷമം. പിന്നീട് അവിടെ ഇരിക്കാനേ തോന്നിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദു പെട്ടെന്ന് കഴിപ്പ് മതിയാക്കി അങ്ങോട്ട് എഴുന്നേക്കുക. അല്ല ഇതെന്താ നന്ദു കഴിച്ചില്ല, ഇത്ര മതിയോന്ന് ചോദിക്കാം. ഇത്ര മതി ആദർശേട്ടാന്ന് പറയാം. പിന്നീട് ഗോവിന്ദനും എഴുന്നേറ്റു. അല്ല അച്ഛനും ഇത്ര മതിയോ? എനിക്കും ഇത് മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് പോയി. പിന്നീട് ആദർശം നയനെ മാത്രമായി ബാക്കി അവിടെ. ഈ സമയം ആദർശം പറഞ്ഞു, എന്നാ ഞാൻ ഒരു ദോശ കൂടെ കഴിച്ചേക്കാം എന്നും പറഞ്ഞു ഒരു ദോശ കൂടെ എടുത്തിടുവാണ്. ആഹാ, കൊള്ളാലോ. അപ്പൊ ഇത്ര സമയം വേണ്ടാന്ന് പറഞ്ഞിട്ട്? അല്ല അത് പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഓ അങ്ങനെ. അല്ല ഞാൻ ആദർശനോട് വരണോന്ന് ചോദിക്കാം. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ചോദിച്ചതാ. അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രം ഞാനിപ്പം നിന്നെ വിളിക്കാൻ വന്ന്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തേ ഇല്ലാടെന്ന് പറയാം. ഓഹോ അങ്ങനെയാണോ? എന്നെങ്കിൽ കുഴപ്പമില്ല. മുത്തശ്ശനും മുത്തശ്ശിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഏയ് വേണ്ട വേണ്ട, ഇനിയിപ്പൊ നീ ചോദിക്കാനൊന്നും പോകാൻ വേണ്ട. അവരുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നോട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അങ്ങോട്ട് ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. 2 ദിവസം അവിടെ നിൽക്കാനാണല്ലോ പറഞ്ഞേ. പിന്നെ എന്തു പറ്റി? അല്ല അത് പിന്നെ അവൻ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. നമ്മൾ വേണ്ടേ കണ്ടറിഞ്ഞോരെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറയണം. മനസ്സിലായി. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശിന്റെ ഈ ഉരുണ്ടുകളി എന്താന്ന്. പക്ഷെ ആദർശിനോട് എത്ര ചോദിച്ചിട്ടും ആദർശ് പറയാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നീട് ആദർശ് നയനയും കൂടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കാറിലിരുന്ന് കഴിയുമ്പത്തേനും നയന ഒരു ചിരിക്കും വരുന്നുണ്ട്. എന്താ നീ ചിരിക്കണേ? ഓ എനിക്ക് മനസ്സിലായി. എന്നെ ആക്കി ചിരിക്കുമല്ലേന്ന് ചോദിക്കാണ്. പിന്നെ ഞാനിതിനെ ആക്കി ചിരിക്കുന്നേ? അതെ, നിനക്കൊരു അഹങ്കാരമുണ്ട്. നിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോന്നേ എനിക്ക് നിന്നെ കാണാൻ പറ്റാത്തോണ്ടാ. കാണാൻ പറ്റാതെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കുന്നു. പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ. ഞാൻ കൊണ്ടുവന്ന ആർക്ക് വേണ്ടി അറിയോ? എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമാ. അവര് പറഞ്ഞോണ്ട് മാത്രം ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോന്നെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോകത്തില്ല എന്ന് പറയാം. ഓ അങ്ങനെയാണോ? അതിന് ഞാനിപ്പോ ആദർശനോടൊന്നും ഇതിനെക്കുറിച്ച് ചോദിച്ചു പോലുമില്ലല്ലോ. പിന്നെന്താ കുഴപ്പം? അല്ല നിന്റെ ആ ഇരിപ്പും മട്ടും ഭാവവും കണ്ടാൽ തന്നെ അറിയാം. അതെ നിനക്കറിയാലോ, എനിക്ക് ആരുടെ മുന്നിൽ തലവരിക്കേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ആളുമല്ല ഞാൻ. പിന്നെ പ്രത്യേകിച്ച് നിന്റെ മുന്നില്. ഈ സമയം നയന പറഞ്ഞു, എന്തിനാ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ. പിന്നെ ഒരാൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ വിളിച്ചോണ്ട് വന്നോർത്ത് അതിനകത്ത് ഇപ്പൊ തല കുനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ആദർശം പറഞ്ഞു, മനസ്സിലായെന്ന് പറയണേ. പിന്നെ നിന്റെ മുത്തശ്ശനെ മുത്തശ്ശിയുടെ ഉള്ളിടത്തോളം കാലം മാത്രം ഇതൊക്കെ ഉള്ളൂ. അതിനുശേഷം പിന്നെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയാം. എന്താ അങ്ങനെ പറഞ്ഞേ? ഓ അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകത്തില്ല. എന്നെ അവിടെ നിന്ന് മിക്കവാറും പറഞ്ഞു വിടും. അങ്ങനെയല്ലേ? ഇനിയിപ്പൊ ഞാൻ വീട്ടിൽ വന്ന് നിന്നാൽ പോലും എന്നെ വന്ന് വിളിക്കത്തില്ല. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെ, രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കുന്നു പറയാം. അല്ലാതെ ചേട്ടാ ഈ രണ്ടിലൊന്ന് എന്താ? അതൊന്നും ഇപ്പൊ നീ അറിയണ്ട, അതൊക്കെ അപ്പോഴറിഞ്ഞാൽ മതി എന്ന് പറയാണ്. പിന്നീട് നയനയൊന്നും മിണ്ടിയില്ല. ഈ സമയം മൂർത്തി മുത്തശ്ശനും നയനയല്ല മൂർത്തി മുത്തശ്ശനും ദേവയാനിയും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ പറയാം, നയനമോളുള്ളതുകൊണ്ട് നാലൊരു കോടിയുടെ ലാഭമായി തവണ ബിസിനസ്സിലുണ്ടായത്. ആ ഒരു ഡിസൈൻ വരച്ചു തന്നോണ്ട്. ദേവേനെ ഓ അതത്ര വലിയ കഴിവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ. എത്ര നല്ല കാര്യം അവള് ചെയ്തെന്ന് പറഞ്ഞാലും നിനക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ദേവേനി. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നയനമോളെ പണ്ടേ ഡിസൈനർ ആക്കേണ്ട സമയം കഴിഞ്ഞു. മൂർത്തി ജ്വല്ലറി മെയിൻ ഡിസൈനർ ആയിട്ട് തന്നെ നമുക്ക് നയനമോളെ കൊണ്ടുവരണമെന്ന് പറയാം. അതിന് അവളും കൂടെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എത്ര വട്ടം പറഞ്ഞ അതിന് മോള് സമ്മതിക്കണ്ടേ? മോൾക്ക് സമ്മതമാണ്. പണ്ടേ അവള് മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തിരുന്നേനെന്ന് പറയാം. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് ദേവേനിക്ക്. ദേവേനി ഇവിടെ മോഹം അങ്ങോട്ട് മാറി. ഈ സമയമാണ് ആദർശം നയനയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. ആ ഒരു വരവെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ആയിരുന്നില്ല ദേവേനി. കാരണം ദേവയുടെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നയന എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വരണം എന്നുള്ളത്. പക്ഷെ ആദർശ് പോയി വിളിച്ചോണ്ട് വരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല. അവള് തന്നെ എങ്ങോട്ട് വരണം, അല്ലെങ്കിലോ അച്ഛനും അമ്മയും പോയി കൂട്ടിക്കൊണ്ട് വരണം. തന്റെ മകൻ കൂട്ടിക്കൊണ്ട് വരുന്നത് തനിക്കൊരു കുറച്ചിലാന്നാണ് ദേവേനയുടെ മനസ്സിലെ ചിന്ത. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ മുത്തശ്ശി പറഞ്ഞു, ആഹാ കൊള്ളാലോ. അങ്ങനെ ആദർശമാൻ അവസാനം മോളെ വന്ന് വിളിച്ചോണ്ട് വന്നില്ലേ എന്ന് ചോദിക്കാം. അല്ല മുത്തശ്ശി,
മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പോയി വിളിച്ചോണ്ട് വരാനായിട്ട് പറഞ്ഞായിരുന്നു ചോദിക്കാം. ഞങ്ങള് പറഞ്ഞൊന്നും ഇല്ലല്ലോ. അതാണ് ആദർശേട്ടൻ പറഞ്ഞ അങ്ങനെയല്ലോ. ഈ സമയം ആദർശ് പറഞ്ഞ, അല്ല അത് പിന്നെ ഞാന് നിങ്ങൾ രണ്ടുപേരുടെയും വിഷമം കണ്ട് സഹിക്കാൻ വയ്യാതെ പോയി വിളിച്ചോണ്ട് വന്നാ. വിഷമം? ആർക്ക് വിഷമം? ഞങ്ങൾക്കൊരു വിഷമമൊന്നും ഇല്ലായിരുന്നു. ഉം. അങ്ങനെ ആദർശ് നയനയുടെ മുമ്പിൽ നാണം കിട്ടി നിൽക്കുകയാണ്. ഈ സമയം ദേവേന് പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ? അല്ല പിന്നെ അമ്മയ്ക്ക് ഭയങ്കര കഷ്ടപ്പാടൊക്കെ അല്ലേ വീട്ടില് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കഷ്ടപ്പാടുണ്ടെന്ന്. അല്ല അത് പിന്നെ ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യണമല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴാണ് നീ ശരിക്കും പറഞ്ഞ ഒരു ഭർത്താവായെന്ന് പറയാം. ഈ സമയത്ത് കനയും കൂടെ അങ്ങോട്ട് വന്നു. നയനെ കണ്ടത് കനയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നയനോട് വാ മോളെ എന്ന് പറഞ്ഞിട്ട് കനക നയനെ കൂട്ടി അകത്തേക്കും കൂടെ പോവാണ്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പോഴാണ് മോനെ നീ ശരിക്കും, കാരണം നയനമോളുടെ നന്മ എന്താ തിരിച്ചറിഞ്ഞേ. കാരണം കുറച്ചു ദിവസം അവളോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയാം, ഇവിടെ പലതും പഠിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രം ഇനിയെങ്കിലും രുചിയുള്ള കുറച്ച് ആഹാരം കഴിക്കാമല്ലോ. ഇത്രയും ദിവസം കുറ്റം പറയാൻ പറ്റില്ല, എന്നാലും ഓരോന്നൊക്കെ ഉണ്ടാക്കി പെറുക്കി തന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നയനമോൾ ഉണ്ടാക്കുന്ന ഫുഡിന്റെ 7 അയലക്കത്തോട് പോലും അത് പോയിട്ടില്ലായിരുന്നു. ഇതൊക്കെ കേട്ട് ദേവേനിക്ക് അങ്ങോട്ട് നല്ല ദേഷ്യം വന്നു. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഇതുപോലെ പല സന്ദർഭങ്ങളും നിന്റെ അമ്മ ഇതുപോലെ പിണങ്ങി പോയിട്ടുണ്ട് ജയനോട്. അത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തായിരുന്നു. പക്ഷെ എങ്കിൽ ആ സമയത്തൊക്കെ ജയൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു. തെറ്റ് ദേവേനയുടെ ഭാഗത്തായിട്ട് പോലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നയനമോൾ തെറ്റൊന്നും ചെയ്യാതെ പോയിരിക്കുന്നേ. അപ്പൊ നീ കൂട്ടിക്കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ ദേവേനിക്ക് ആ പടം നാണക്കേടായിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ കൊച്ചാക്കുവാനുള്ള എന്നൊരു ചിന്ത ദേവേന്റെ ഉള്ളിലുണ്ടായി. ദേവേനെ പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിട്ടാണ്ടാ നീ നിന്റെ ഭാര്യേനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. നീ എന്തിനാ ദേവേനെ ഇങ്ങനെ പറയണേ? നിനക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്. അവൾ ഇവിടുത്തെ മരുമോളാ. ആ ഒരു ഓർമ്മ വേണം. പിന്നെ ഇപ്പൊ നിനക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കും നിന്റെ മനസ്സിൽ. ഇനി ഇപ്പൊ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തുണ്ട്. പക്ഷെ നീ പുറത്ത് കാണിക്കുന്നൊന്നും അകമേ വേർന്നു വന്ന് മുത്തശ്ശൻ തുറന്നടിച്ച് പറയണം. ദേവേനിക്ക് മനസ്സിലായി. കാരണം ദേവേനി അപ്പോഴും പ്രാർത്ഥിച്ച ഇനിയിപ്പം അച്ഛനും ഭർത്താവിനെ വാങ്ങിച്ച ചീത്തയെ കേട്ടാൽ എന്താ കുഴപ്പം? നയന വന്നല്ലോ, ഇനിയിപ്പൊ അടുക്കള കയറി ജോലികളൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ ചിന്തയൊക്കെ ദേവേനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്താണല്ലോ ആട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നോർത്ത് ദേവേനെ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് നയനയോട് കനക പറഞ്ഞു, മോളെ ഇനിയിപ്പൊ നീ പേടിക്കണ്ടെന്ന് പറയാം. അതെന്താമ്മ അങ്ങനെ പറഞ്ഞു? എന്റെ പൊന്നു മോളെ, മോൾ ഇവിടെ ഇല്ലാത്തോണ്ട് ആദർശ് മോന് 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് പറയാം. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഞാൻ രാത്രി പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഹാളിലേക്ക് വന്ന സമയത്ത് അതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർത്ഥം എന്താ? ഉറക്കമില്ലാത്തോണ്ടല്ലേ അങ്ങനെ നടക്കണേ. പക്ഷെ ആളങ്ങനെയല്ല പറഞ്ഞ്, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേന്നാ. അത് മോളുടെ മുമ്പില് സമ്മതിച്ചു തരാൻ ഒരു മടി. അത് മോൾക്ക് അറിയാവുന്ന കാര്യമില്ലേ. ഇനി പണ്ടത്തെ പോലൊന്നും ആയിരിക്കില്ല. കുറച്ച് സ്നേഹമൊക്കെ കൂടുതൽ കാണിക്കും മോളോടെന്ന് പറയാം. കാണിച്ചാ ആദർശേട്ടന് കൊള്ളാം എന്ന് നയന പറയാം. ഈ സമയം കനക പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കണ്ടല്ലേ, കാച്ചി എണ്ണ വരെ തീർന്നു പോയി കഴിഞ്ഞപ്പം വല്ലാതെ കിടന്ന് ആദർശമോ കിടന്ന് പെടാപ്പാട് വിടുന്നേ. കാരണം അമ്മയെന്ന് പറഞ്ഞ് ദേവേന ഇവിടെ ഉണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നോക്കിയിരുന്നില്ല. അപ്പോഴൊക്കെയാണ് മോളുടെ മനസ്സിന്റെ നന്മയും മോൾ ഈ കുടുംബത്തിൽ എല്ലാവർക്കും എത്രമാത്രം പ്രിയപ്പെട്ടാന്ന് ആദർശമോൻ തിരിച്ചറിയുന്നത്. അത് മാത്രമല്ല, ഇവിടെ ദേവേനി ജലജല അടുക്കള കിടന്ന് പണിത് ഒരു പരുവായി പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും മോൾ ഈ വീട്ടിലേക്കൊന്നും വന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, അത് പുറത്ത് പറയാനൊരു മടി. അങ്ങനെ ഈഗോ മനസ്സ് വെച്ചാൽ ഇത്രയും ദിവസം അവരിരുന്നേ. എനിക്കറിയാലോ അവരുടെ മുഖം കണ്ടു കഴിയുമ്പോൾ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് മോൾ ഇങ്ങോട്ട് തിരികെ വരാനെന്ന്. നയന പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഞാൻ വന്നാലും അമ്മ എന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതൊന്നും കുഴപ്പമില്ല മോളെ, നിനക്ക് ആ അംഗീകാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഇവിടുത്തെ മരുമകളാ, ആദർശ് ഭാര്യ. ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണമെന്ന് പറയാം. ശരി അമ്മയെന്ന് പറയണം. പിന്നീട് ആദർശ് ഭയങ്കര സന്തോഷത്തിലാ. മുറിയിലിങ്ങനെ ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ട് കയറി വന്നു. ഇതെന്താ കൈയും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കണേ? അത് എക്സസൈസ് ചെയ്യുന്ന ഇങ്ങനെയാണോ എക്സസൈസ് ചെയ്യുന്ന ചോദിക്കുകയാണ്. അതെ, എന്റെ എക്സസൈസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെയാന്ന് പറയാം. അല്ല എന്താ നിന്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു വിജയ ചിരി ഉണ്ടല്ലോ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആദർശമായിട്ട് സത്യം പറയോ? എന്താ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉറക്കമില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കണം. പിന്നെ ഉറക്കമില്ലായിരുന്നു പോലും, ഞാൻ നന്നായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറയണം. അല്ല നിന്നോട് ആരാ പറഞ്ഞു എനിക്ക് ഉറക്കമില്ലായിരുന്നു? അമ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം അമ്മ രാത്രി ആദർശനെ കണ്ടായിരുന്നു. അല്ല അത് പിന്നെ ഞാന് ചിലപ്പോഴിങ്ങനെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കഴിയും, പിന്നെ എനിക്ക് കുറച്ച് സമയത്തിന് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയണം. മനസ്സിലായി. ഓ ഇപ്പൊ നിനക്കൊരു ഭാവം ഉണ്ടായിരിക്കും നീ ഇവിടുന്ന് പോയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഉറക്കമില്ലെന്ന്. അതൊക്കെ വെറും നിന്റെ ധാരണ മാത്രമാ. എനിക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രം നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന്.
നയന പറഞ്ഞു, എന്തിനാ വെറുതെ അവരെ പിടിച്ച് എപ്പോഴും ഇങ്ങോട്ട് ഇടുന്നേ, മുത്തശ്ശനും മുത്തശ്ശിനെ. ഇനി അവരുള്ളിടത്തോളം കാലം അവരുടെ പേര് പറയും. അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്ത് പറയും, പേര് പറയും. പിന്നെ അവരെ പറഞ്ഞ് ആദർശേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം. അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞ ആദർശ കിടന്ന് വിൽക്കുവാണ്. അതെ, കൂടുതൽ പറയൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായ കാര്യം എന്താന്നൊക്കെ. ഞാനില്ലാതെ ആദർശാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം ഒന്ന് ഓർത്തേക്ക്, നമ്മുടെ വീട്ടിൽ കുറെ കാലമായിട്ട് വേലക്കാരി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവരും കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയുള്ളോ? അതിന് വീട്ടിലെ വേലക്കാരി പോകുമ്പോൾ ആദർശാന്റെ ഉറക്കം എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന് അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് വെക്കുക. എന്തിനാ ആദർശേട്ടാ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരെ, പിന്നെ ഇതുമാതിരി കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കാം. ഈ സമയം പോലീസുകാര് നിർമ്മല് താമസിക്കുന്ന വീട് കയറി വളയുവാണ്. അങ്ങനെ SI നേരെ ആദർശനെ വിളിക്കുവാണ്. ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, അവന് മുമ്പ് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ ഭാര്യയുടെ ചേച്ചിനെ ശല്യം ചെയ്യുന്ന അയാളെ കുറിച്ച്. അപ്പൊ അയാളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അയാൾ എവിടെയാ താമസം എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ വീട് വളഞ്ഞിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടെത്താൻ പറ്റൂന്ന് പറയണം. ഈ സമയത്ത് നവ്യയും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ ആദർശ് പറഞ്ഞു, അതെ, ആ നിർമ്മല എവിടെയാ താമസിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പോലീസുകാർ വീട് വളഞ്ഞിരിക്കുക. ഈ സമയത്ത് അബി അങ്ങോട്ട് വന്നു. അബിയും കേട്ടത്. അബി അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. ആദർശ് പറഞ്ഞു, ഇന്നത്തോടു കൂടി മിക്കവാറും അവനെ പോക്കും. അവൻ എന്തിനു വേണ്ടി ഇത് ചെയ്തെന്നൊക്കെ പുറത്താവും. അവന്റെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയൂന്ന് പറയാ. പെട്ടെന്ന് അതിനെ പറഞ്ഞു, അല്ല അതൊക്കെ സംഭവിക്കുവോ? കാരണം അവനെ പിടിച്ചാലും അവന് സത്യങ്ങളൊക്കെ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നേ അവന് ഇതിനകത്ത് ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ. അതിനേക്കാളും കൂടുതലായിട്ട് വേറെ ആർക്കോ പങ്കുണ്ട്. അത് ഈ വീട്ടിലുള്ള ആർക്കോ ഇതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ പണം ചോദിച്ചുകൊണ്ട് കോള് വരത്തില്ലല്ലോ അവന്റെ നിർമ്മലിന്റെ. അപ്പൊ വീട്ടിലുള്ള ആർക്കോ നല്ല കൈയുണ്ടെന്നാ ഞാൻ കരുതുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അല്ല ആദർശേട്ടൻ കണ്ടോ, അവനെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ആയിരിക്കും പുറത്തു വരുന്നതെന്ന് പറയാം. പെട്ടെന്ന് അഭയ പറഞ്ഞു, അങ്ങനെ ആരൊക്കെയല്ലോ ഇതിനകത്ത് കൈ ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടല്ല ആദർശേട്ടാന്ന് പറയാം. ആദർശ് പറഞ്ഞു, അങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് പറയാണ്. ഇനിയിപ്പോ ഈ വീട്ടിൽ ആർക്കെങ്കിലും അതിനകത്ത് പങ്കെങ്കിൽ അവരെ വെറുതെ വിടലെന്ന് പറയാം. ഇതെല്ലാം കേട്ട് അഭി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.